ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരെയും കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ പിങ്കിനെയാണ്. പിങ്കി അങ്ങനെ ആ ഷവറിന്റെ മുമ്പിലല്ല, ബാത്ത് ടപ്പയിലാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഷവറിൽ നിന്ന് വരുന്ന വെള്ളം എല്ലാം കൂടെ തലയിൽ വീണ്, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വീഴണം, രക്തം സഹിതം തിളച്ചു മറിഞ്ഞു കിടക്കാണ് നമ്മുടെ പിങ്കിയുടെ ശരീരത്ത്. അതൊന്ന് തണുപ്പിച്ചേ പറ്റൂ പിങ്കിക്ക്. അതുകൊണ്ട് തന്നെയാണ് പിങ്കി ആ ഷവറിന്റെ അടിയിൽ പോയിരുന്നത്. അങ്ങനെ പല പല കാര്യങ്ങൾ, രാമേശ്വരത്ത് പോയ പല പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കുന്നു. ഒരു ദിവസമാണെങ്കിലും ഒരു 100 കൊല്ലത്തെ സ്നേഹമാണ് നമ്മുടെ പിങ്കി ഗൗതമിന് നൽകിയത്. ആ ഒരു ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ തൻ്റെ മനസ്സ് കീഴടക്കിയ ഒരേ ഒരു പുരുഷൻ അത് ഗൗതം മാത്രമാണെന്ന് വീണ്ടും മനസ്സിൽ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് അവിടെ ഇരുന്നിങ്ങനെ നനയുക. പാവം നമ്മുടെ അർജുൻ ആയിക്കോട്ടെ കട്ടിലയിൽ ഇരുന്ന് ഇതൊന്നും അറിയാതെ ഉറങ്ങുകയാണ് കേട്ടോ. എന്നെങ്കിലും പിങ്കിനെ മാറ്റിയെടുക്കാം, പിങ്കിയുടെ മനസ്സ് എന്നെങ്കിലും മാറും എന്ന ആ ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഉറങ്ങുന്നത്. ഏതായാലും ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദേനെയാണ്. അങ്ങനെ നന്ദ റൂമിൽ പോയി ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിട്ടോ. തൻ്റെ ജീവിതം എന്താണോ ഇങ്ങനെയെന്ന് നമ്മുടെ നന്ദയ്ക്ക് അറിയില്ല. കാരണം താനും തൻ്റെ ഭർത്താവും ഒന്നിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇത്രയധികം ഒരു പ്രശ്നം ആ വീട്ടിലുണ്ടായെന്നും പിന്നെ തന്നെയും തൻ്റെ ഭർത്താവിനെയും കൊല്ലുന്ന പോലെയാണ് ആ ഒരു ബെഡ്ഷീറ്റൊക്കെ എടുത്ത് കത്തിച്ച് ചുട്ടരിച്ച് കളഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുമ്പോഴേക്കും വീണ്ടും വീണ്ടും സങ്കടങ്ങൾ ഇങ്ങനെ വരിക. അങ്ങനെ താൻ എന്ത് തെറ്റാണ് ചെയ്തത്? താൻ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ആരോടും താൻ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് ദൈവം എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഓർത്തിട്ട് അവിടെ ഇരുന്ന് തൻ്റെ അച്ഛൻ്റെ ഫോട്ടോ എടുത്ത് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട്, എൻ്റെ അച്ഛൻ പോയിട്ടല്ലേ ഞാൻ ഈ ഒരു അവസ്ഥയിലെത്തിയത്, എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ സങ്കടം പേറി നടക്കില്ലായിരുന്നു, എൻ്റെ അച്ഛനുള്ളപ്പോൾ ഒരിക്കൽ പോലും ഞാൻ സങ്കടം അറിഞ്ഞിട്ടില്ലല്ലോ, എൻ്റെ സങ്കടങ്ങളെല്ലാം പരിഹരിച്ച് എൻ്റെ കൂടെ നിന്ന് എൻ്റെ അച്ഛൻ പോയില്ലേ, അതുകൊണ്ടല്ലേ അച്ഛ എനിക്കിപ്പം ഈ മോൾക്ക് ഇതൊക്കെ ഇപ്പം അനുഭവിക്കേണ്ടി വന്നതെന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ നന്ദയെ കണ്ടുകൊണ്ടാണ് ലക്ഷ്മി വരുന്നത്. ലക്ഷ്മി ഓടി വന്നിട്ട്, എന്താ മോളെ നീ കാണിക്കുന്നത്, മോൾക്ക് എന്താ പറ്റിയത്, മോൾ എന്തിനാ മോളെ കരയുന്നത്? വേണ്ട, എൻ്റെ മോള് കരയണ്ട, മോൾ എന്തിനാ വിഷമിക്കുന്നത് എന്ന് ചോദിച്ചപ്പം, ഹേയ് ഒന്നുമില്ലമ്മേ, ഓരോ കാര്യങ്ങൾ ആലോചിച്ചപ്പം നീ ഒന്നും ഇപ്പം ആലോചിക്കേണ്ട കാര്യമില്ല, നീ ഇപ്പം ആലോചിക്കേണ്ടത് ഗൗതമിനെ കുറിച്ചാണ്. അല്ല, ഗൗതം ഈ രാവിലെ ഈ വെളുപ്പാങ്കാലത്ത് എങ്ങോട്ടാ പോയത്? മോളോട് പറഞ്ഞിട്ടാണോ പോയത്? അല്ലെങ്കിലും അവന് കുറച്ച് ഡ്യൂട്ടി എന്ന് പറഞ്ഞ് കുറച്ച് ഇത് കൂടുന്നുണ്ട്. ഏതായാലും ഇനി കുടുംബജീവിതം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഡ്യൂട്ടി എന്താണെങ്കിലും. അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യോ, ഫോൺ എടുത്ത് അവനെ വിളിച്ച് അന്വേഷിച്ചോ? ഇല്ല, ഞാൻ വിളിച്ചില്ലായിരുന്നു, ആരോ പെട്ടെന്ന് വിളിച്ചപ്പോൾ പോയതാ, എന്തോ ജോലിയുടെ കാര്യത്തിനാന്ന് പറഞ്ഞായിരുന്നു. കമ്മീഷണർ സാർ എങ്ങാണ്ടാ വിളിച്ചത്. ഏത് കമ്മീഷണർ വിളിച്ചാലും ഈ ഒരു ദിവസം, നിങ്ങളുടെ ശാന്തി മുഹൂർത്തം കഴിഞ്ഞ ഒരു ദിവസം മോളെ ഒറ്റയ്ക്കാക്കിയിട്ട് അവൻ എങ്ങനെ പോകാൻ തോന്നി? അങ്ങനെ വിട്ടുകൊടുത്താൽ ശരിയാവില്ല. അങ്ങനെ വിട്ടുകൊടുത്ത ഈ ഒരു അവസ്ഥയിലായത്. ഇനി ഒന്നും വിട്ടുകൊടുക്കരുത്. മോളുടെ ഭർത്താവാണ് ഗൗതം, അത് മോള് മറക്കരുത്. ഒന്നും മോള് വിട്ടുകൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് മോള് പെട്ടെന്ന് ഗൗതമിനെ വിളിക്കണം. ഗൗതമിനെ വിളിച്ച് അവന് എവിടെയാണെന്ന് അന്വേഷിക്കണം. എന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറയണമെന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഇതിനിടയിൽ ഫോണൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൗതമിനെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല കേട്ടോ. അപ്പം ഗൗതം പരിധിക്ക് പുറത്താണ് എന്നാണ് പറയുന്നത്. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും വീണ്ടും നമ്മുടെ നന്ദയ്ക്ക് പേടിയായി. നന്ദ പറഞ്ഞു, അല്ല അമ്മേ, ഇനിയിപ്പോൾ എവിടെ പോയതായിരിക്കും, ഗൗതം സാർ എവിടെ പോയതായിരിക്കും എന്നിങ്ങനെ ചോദിക്കാനുണ്ടോ. ഗൗതം ഏട്ടാന്നല്ല കേട്ടോ, സോറി, സാറെന്നാട്ടോ വിളിക്കുന്നത്. അപ്പം ലക്ഷ്മി പറഞ്ഞു, ഏതായാലും ഇത്ര ആയില്ലേ, വരട്ടെ, അവനിങ്ങ് വരട്ടെ, അവനിട്ട് 2 ഞാൻ കൊടുക്കുന്നുണ്ട്, എത്ര പറഞ്ഞാലും അവന് മനസ്സിലാവില്ല. പിന്നെ മോള് പിങ്കി ചെയ്ത കാര്യങ്ങളൊക്കെ അങ്ങ് മറന്നേരെ, അവളുടെ മനസ്സിൽ ഇപ്പോഴും അറിയാലോ എന്താണെന്ന്. അത് മാറാൻ വേണ്ടി തന്നെയാ ഏടത്തി ഇതൊക്കെ ചെയ്തത്. ഏടത്തി ഇതൊക്കെ ചെയ്ത് അവളുടെ മനസ്സിൽ പറഞ്ഞ് അവൾ തന്നെ ഉറപ്പിക്കണം ഗൗതം നന്ദയ്ക്കുള്ളത് മാത്രമാണെന്ന്. അതിനുവേണ്ടി ആയിരിക്കണം ഏട്ടത്തി ഈ കാര്യങ്ങളൊക്കെ ചെയ്തത്. മോൾ അതോർത്ത് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അവളുടെ വിഷമം നമുക്ക് പതുക്കെ മാറ്റിയെടുക്കാം. അല്ല, ഞാൻ കാരണം ഒരു പെണ്ണിന്റെ ജീവിതം നശിക്കുക എന്നൊക്കെ പറഞ്ഞാൽ മോൾ അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. മോള് കാരണമൊന്നും അല്ല പിങ്കിയുടെ ജീവിതം നശിക്കുന്നത്. പിങ്കിയുടെ ജീവിതം കളയുന്നത് പിങ്കി തന്നെയാ. പിങ്കിയുടെ ജീവിതം മാത്രമല്ല, എൻ്റെ അർജുൻ മോൻ്റെ ജീവിതവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഗൗതം മോനെ പോലെ തന്നെയാണ് ഞാൻ എൻ്റെ അർജുൻ മോനെയും കണ്ടിട്ടുള്ളത്. സുമംഗലയെടുത്ത് എന്തൊക്കെ സ്വപ്നങ്ങളായിട്ടാണെന്ന് അറിയാമോ? പല പല നേർച്ചയും വഴിപാടുകളും ഒക്കെ ആയിട്ട് പോയിരിക്കുന്നത്. അതിനൊക്കെ ഒരു ഫലം കണ്ടാൽ മതിയായിരുന്നു എൻ്റെ ഈശ്വര. ഇനിയെങ്കിലും ആ പിങ്കി എല്ലാ സത്യങ്ങളും എല്ലാ യാഥാർത്ഥ്യങ്ങളും ഒന്നറിഞ്ഞ് എൻ്റെ അർജുൻ മോനെ സ്നേഹിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ലക്ഷ്മി. ഏതായാലും ലക്ഷ്മിക്കൊക്കെ ഭയങ്കര ആഗ്രഹം തന്നെയാണ് ഇവർ ഒന്നിക്കാൻ വേണ്ടി. ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ പിങ്കി ഒരു ഷവറിന്റെ ചോട്ടിൽ പോയിരുന്ന് ആകെ മൊത്തം നനഞ്ഞ് നാശകോശമായി എന്ന് പറയാം. ഏതായാലും അവിടെ ഇരുന്ന് നനഞ്ഞ് നമ്മുടെ പിങ്കീനെ
അരുന്ധതിയൊക്കെ വന്നിട്ടാണ് അവിടെ നിന്ന് വിളിക്കുന്നത്. ബാത്റൂമിൽ വന്ന് വിളിക്കുകയും കൊട്ടുകയും ഒക്കെ ചെയ്ത് അവിടെ നിന്ന് നേരെ കട്ടിലയിലേക്ക് കൊണ്ടുപോയി കിടത്തുകയാണ്. തലയൊക്കെ തോർത്തിട്ടാണ് കേട്ടോ കട്ടിലയിലേക്ക് കൊണ്ടുപോയി കിടത്തുന്നത്. ഇതേ സമയം നമ്മുടെ അർജുനും ഉണ്ട്. അപ്പം അർജുൻ ഇത് എന്ത് വട്ടാ ഇവളീ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അർജുന് കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനെ നമ്മുടെ പിങ്കിനെ അവിടെ കൊണ്ട് കിടത്തിയിട്ട് അരുന്ധതി കുറെ ഉപദേശങ്ങളൊക്കെ കൊടുത്തു. മോള് വിഷമിക്കൊന്നും വേണ്ട, മോക്ക് അമ്മായി ഉണ്ടല്ലോ, മോൾ എന്തിനാ വിഷമിക്കുന്നത്, മോൾക്ക് ഒരിക്കലും ഒന്നും സംഭവിച്ചിട്ടില്ല, മോള് കുറച്ചു നേരം ഫ്രീ ആയിട്ട് ഇവിടെ കിടക്ക്, ദേഹമൊക്കെ ആകെ മൊത്തം തണുത്ത് മരവിച്ചിരിക്കുക, അതുമല്ല തലയ്ക്ക് നല്ല ചൂടുമുണ്ട്, അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യട്ടോ, ഇവിടെ കിടന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ പിങ്കിനെ. പിങ്കിയുടെ അവസ്ഥയും കുറച്ച് എന്താ പറയുക, അവരുടെ ആ ഒരു ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പം കുറച്ച് മോശകരമായ ഒരു അവസ്ഥ തന്നെയാണ്. പിങ്കിക്ക് അങ്ങോട്ട് നമ്മുടെ ഗൗതമിനെ പൂർണ്ണമായിട്ടും മനസ്സിൽ നിന്ന് പറിച്ചെടുത്ത് കളയാൻ പറ്റില്ലാത്തൊരവസ്ഥയും. ആ ഒരവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരവസ്ഥയായി പോയല്ലേ. ഇങ്ങനെ ആർക്കും ഒരവസ്ഥ വരരുത്. സത്യം പറഞ്ഞാൽ പിങ്കിക്ക് സ്നേഹമാണോ ഇനിയിപ്പം വേറെ എന്തേലും ആണോ എന്നൊക്കെ ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അതുപോലെയാണ് പിങ്കി കാണിച്ചു കൂട്ടുക. അല്ലെങ്കിൽ പിന്നെ ശാന്തി മുഹൂർത്തത്തിൽ ഇത്ര സമാധാനക്കേട് നമ്മുടെ പിങ്കിക്ക് എന്നാത്തിനായിരുന്നു. അങ്ങനെ പിങ്കി ഇങ്ങനെ കിടക്കുകയാണ്. അർജുൻ ഇങ്ങനെ റൂമിനകത്തേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ പിങ്കിനെ പരിപാലിക്കുന്നൊക്കെ ഉണ്ട് അർജുൻ. പിങ്കിക്ക് അസുഖം വന്നപ്പം ആ ഒരു രീതിയിൽ തന്റെ ഭാര്യ എന്ന രീതിയിൽ നന്നായിട്ട് നോക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അർജുന്. അപ്പൊ അർജുൻ അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് പിങ്കിയുടെ പനിയൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കി എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പിച്ചും പേയും പറയുന്നത് കേട്ടപ്പോഴത്തേക്കും ഇതെന്താ പിങ്കി ഇതൊക്കെ സംസാരിക്കുന്നതെന്ന് ഓർത്ത് നമ്മുടെ അർജുൻ അവിടെ ഇരുന്നിട്ട് പിങ്കി എന്ന് വിളിച്ചപ്പോൾ പിങ്കി വിളിയൊന്നും കേൾക്കുന്നില്ല, പിച്ചും പേയും തന്നെ പറയുന്നു. അതിന്റെ ഇടയിലാണ് നമ്മുടെ പിങ്കി പറയുന്നത്, ഗൗതം എന്നെ ഇട്ടിട്ട് പോകരുത് ഗൗതം നമ്മൾ തമ്മിലുള്ള പ്രണയ നിമിഷങ്ങൾ ഗൗതം മറന്നു ഗൗതം അതൊക്കെ എന്തുകൊണ്ട് മറന്നു ഗൗതം ഇല്ലാതെ എനിക്ക് പറ്റില്ല, നമ്മളല്ലേ ഒന്നായവര്, നമ്മളല്ലേ ഒന്നിച്ച് ജീവിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. വാതോരാതെ ഗൗതം നീ എന്റെയാണ് ഗൗതം, അതാണ് മാങ്ങയാണ് ചേനയാണ് അണ്ണാങ്കട്ടയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് കേട്ടൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അർജുന്റെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് ഓർത്ത് നോക്കണം. ഒരു ഭർത്താവാണ് കേൾക്കണത്, സ്വന്തം ഏട്ടനെ മനസ്സിൽ കൊണ്ടുപോയി ഇപ്പോഴും കൊണ്ട് നടക്കുകയാണ് പിങ്കി എന്ന് അറിഞ്ഞപ്പോഴേക്കും. അതുമല്ല പിങ്കി ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഡോസ് കൂട്ടിയും കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒന്നായവരല്ലേ, എനിക്ക് നീ വാക്ക് തന്നതല്ലേ, ഒരിക്കലും എന്നെ വിട്ടു പോവില്ല എന്ന് വാക്ക് തന്നതല്ലേ, നമ്മൾ ഒന്നായവരല്ലേ എന്നൊക്കെ പറയാണ്. ഇതൊക്കെ പിങ്കിയുടെ അടവാണോ എന്നും പറയാൻ പറ്റില്ല കേട്ടോ. പിങ്കി ആരാ മുതല്, പിങ്കി വേണമെങ്കിൽ ഇതല്ല ഇതിനപ്പുറവും ചാടിക്കടന്നവളാണീ എന്ന് പറയുന്ന പോലെ നമ്മുടെ പിങ്കിയുടെ അടവ് ഒന്നൊന്നര അടവായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ നമ്മുടെ അർജുനെ എങ്ങനെയെങ്കിലും അർജുനും പിങ്കിനെ മനസ്സിൽ നിന്ന് എറിഞ്ഞു മാറ്റി കളഞ്ഞ് അർജുൻ ഇവിടെ നിന്ന് പോകാൻ വേണ്ടി തന്നെ ആയിരിക്കാം ചിലപ്പോൾ പിങ്കി ഈ പ്രവർത്തികളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ പിങ്കി വാതോരാതെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഗൗതം നീ എനിക്ക് വാക്ക് തന്നതല്ലേ, അതുകൊണ്ടല്ലേ ഞാൻ ഈ വീട്ടിൽ നിന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ഇത് കേട്ടത് നമ്മുടെ അർജുന് വല്ലാണ്ട് അങ്ങ് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. ഇതൊക്കെ കേട്ടതും പൊട്ടി കരയാ. നമ്മുടെ അർജുൻ ഒരു വിചാരം ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും പിങ്കിനെ മാറ്റിയെടുക്കാം. ഇപ്പൊ പിങ്കിക്ക് ഗൗതമിനോട് അങ്ങനെ ഒരു സ്നേഹമോ അങ്ങനെ ഒന്നും ഇല്ല എന്ന ആ ഒരു ഇതും നമ്മുടെ അർജുന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ പാടെ തെറ്റി. താൻ ഒരിക്കലും ഇനി പിങ്കിനെ പിടിച്ചാൽ കിട്ടില്ല, പിങ്കി എന്നും ഗൗതമിനെ പിടിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ എന്ന ആ ഒരു ബോധമാണ് നമ്മുടെ അർജുനിലുണ്ടായിരിക്കുന്നത്. അർജുൻ ആദ്യം കുറച്ചു നേരം നിശ്ചലമായിട്ട് ഇങ്ങനെ നിന്നിട്ട് പൊട്ടിക്കരയാണ് നമ്മുടെ അർജുൻ. കരയുകയല്ലാതെ അർജുൻ എന്ത് ചെയ്യാൻ കഴിയും? ഈ കാര്യം ആരോടെങ്കിലും പറയാൻ പറ്റുമോ? നന്ദിയോട് പറയാൻ പറ്റുമോ? അതുപോലെ തന്നെ ലക്ഷ്മിയോട് പറയാൻ പറ്റുമോ? ഏടത്തിയോട് പറയാൻ പറ്റുമോ? ആരോടും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. നമ്മുടെ അർജുന്റെ മനസ്സിൽ മാത്രം അത് വെച്ചുകൊണ്ട് നടക്കണം. ഒരാളോട് തുറന്നും പറയാൻ പറ്റില്ല. തുറന്നു പറഞ്ഞാൽ ഒന്ന് ഓർത്തു നോക്കി, ഏട്ടൻ തന്റെ ഭാര്യ ഏട്ടനെ സ്നേഹിക്കുന്നു എന്നൊക്കെ ആരോട് വിളിച്ചു പറയും? അങ്ങനെ പൊട്ടിക്കരഞ്ഞിട്ട് താൻ എന്തിനാണ് തിരിച്ചു മടങ്ങി വന്നത്, താൻ ഇങ്ങനെ മടങ്ങി വരണ്ടായിരുന്നു, താൻ എന്തിനിങ്ങോട്ട് തിരിച്ചു മടങ്ങി, തന്നെ എന്തിന് ദൈവം ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നു എന്ന ആ ഒരു വിഷമത്തോടു കൂടി മനസ്സാകെ തകർന്ന് നിൽക്കുന്ന നമ്മുടെ അർജുൻ എന്ത് ചെയ്യുമെന്നറിയില്ല. ഏതായാലും നമ്മുടെ അർജുൻ മനസ്സിൽ ഇനി പല പല തീരുമാനങ്ങൾ എടുക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമ്മുടെ പിങ്കിനെ സ്നേഹിക്കാൻ പറ്റുമോ അർജുന്? സാധാരണ ഒരു പുരുഷന്റെ ആ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ തന്റെ ഭാര്യയുടെ മനസ്സിൽ വേറൊരു പുരുഷനുണ്ടെന്നറിഞ്ഞാൽ ഒരിക്കലും ഒരു പുരുഷനും സ്നേഹിക്കാൻ പറ്റില്ല, 90% സ്നേഹിക്കാൻ പറ്റില്ല. ഇനിയിപ്പം നമ്മുടെ അർജുന്റെ കാര്യം അറിയില്ല. ഇനിയിപ്പം അർജുൻ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും വെള്ളരിപ്രാവായിട്ട് മാറി എല്ലാം സഹിച്ച് ക്ഷമിച്ച് നമ്മുടെ പിങ്കിനെ അംഗീകരിക്കുമെന്നും അറിയില്ല. ഏതായാലും ഇതേ സമയം ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കുമാണ് നമ്മുടെ പവിത്രയും മോഹിനിയും കൂടെ അവിടെ കിടന്ന് എങ്കിലും പിങ്കി എന്നോട് ഈ ചതി ചെയ്തല്ലോ, പിങ്കി എങ്കിലും അവർക്ക് പാലില് മയക്കുപൊടി കലക്കി കൊടുത്തല്ലോ,
എന്നൊക്കെ വലിയ വായിൽ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പിങ്കിയോട് ലക്ഷ്മി ഇതൊക്കെ കേട്ടോണ്ട് വന്നിട്ട് പിങ്കി അല്ലാട്ടോ, സോറി, പവിത്ര ആട്ടോ പറയുന്നത്. പവിത്ര, നീ മിണ്ടാതിരിക്കുന്നുണ്ടോ? നീ എന്താ ഈ പ്രസംഗിക്കുന്നത്? ദേ അർജുൻ മോനെങ്ങാനും ഇത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓ ഞാൻ ആ കാര്യം മറന്നുപോയി ലക്ഷ്മി അമ്മ, ഞാൻ ആ കാര്യം ഓർത്തില്ല എന്ന് പറഞ്ഞപ്പം നീ ഓർക്കുവല്ല, നീ പലതും ഓർക്കുവല്ല. ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി ഈ കാര്യം ഇവിടെ സംസാരിക്കാനേ പാടില്ല. അർജുൻ മോൻ കേട്ട് കഴിഞ്ഞാൽ അവനെല്ലാം മനസ്സിലാകും. അതുമല്ല, ഇവിടെ നടന്ന ഒന്നും അറിയരുത് അർജുൻ മോന്. ആ ബെഡ്ഷീറ്റ് എടുത്ത് കത്തിച്ചതോ അങ്ങനെ ആയ ഒരു കാര്യവും അർജുൻ മോൻ അറിയാൻ പാടില്ല. അങ്ങനെ അറിഞ്ഞാൽ ചിലപ്പോൾ അർജുൻ മോന്റെ മനസ്സിനത് താങ്ങിന്ന് വരില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മോഹിനിയും പറഞ്ഞു, അയ്യോ ഇല്ല, ഞാൻ പറയില്ല ലക്ഷ്മി അടുത്ത്, ഞാൻ എന്തിനാ പറയുന്നത്, എനിക്ക് അതിന്റെ കാര്യമില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ടിത്. ഈ സമയത്ത് നമ്മുടെ അരുന്ധതി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അങ്ങോട്ടേക്ക് ലക്ഷ്മി ചെല്ലുന്നു. ലക്ഷ്മി ചെന്ന് കഴിയുമ്പോഴത്തേക്കും അരുന്ധതി പറയുക, എന്താ ലക്ഷ്മി, നമ്മുടെ കുടുംബം ഇങ്ങനെയായി പോയത്, എന്താ എന്റെ അർജുൻ മോന് ഞാൻ ഇനി എന്ത് ചെയ്യും, സുമംഗലിയോട് ഞാൻ ഇനി എന്ത് പറയും, എനിക്ക് ഒന്നും എനിക്ക് പറ്റുന്നില്ല. ദേ ഞാൻ ഓർത്തത് നന്ദയും ഗൗതമും ഒന്നായി കഴിയുമ്പോഴെങ്കിലും പിങ്കിയുടെ ഈ ഒരു സ്വഭാവം മാറുമെന്ന. അതിനാ ഞാൻ ഇത്രയൊക്കെ പാടുപെട്ട് കഷ്ടപ്പെട്ട് ആ ഒരു ശാന്തി മുഹൂർത്തം നടത്താനുള്ള ഒരു തീരുമാനം എടുത്തത്. അതൊരിക്കലും വേറൊന്നിനും അല്ലായിരുന്നു. എൻ്റെ അർജുൻ്റെ ജീവിതം സേഫ് ആക്കണം, അർജുനും പിങ്കിയും ഒന്നിക്കാൻ വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അരുന്ധതി വല്ലാണ്ടങ്ങ് ഇമോഷണലായി കരയുകയാണ്. അപ്പം ലക്ഷ്മി ഇങ്ങനെ സമാധാനപ്പെടുത്താണ് കേട്ടോ. പോട്ടെ എടുത്തി, സാരമില്ല എടുത്തി, പോട്ടെ, നമുക്കിതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അർജുൻ മോന് ഇനി നമ്മളെ വിട്ടൊന്നും പോവില്ല എടുത്തി പേടിക്കണ്ട. അല്ല, അവനിതൊന്നും അറിയാൻ പാടില്ല. എൻ്റെ മോൻ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ, അത് താങ്ങില്ല അവന് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നതാ. ഇനിയിപ്പം അവനൊന്നും കൂടി പോയാൽ എനിക്കിത് സഹിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ഒന്നും പറ്റില്ല, എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം എടുത്തി കരയാതിരിക്കും പറഞ്ഞ ലക്ഷ്മി ഇങ്ങനെ അരുന്ധതിനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അരുന്ധതിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ജീവിതം സേഫായി, എല്ലാവരും നല്ലതുപോലെ കാണണം എന്നൊരു ആഗ്രഹമുള്ളൊരു ആളായിട്ട് തന്നെയാണ് അരുന്ധതി നിൽക്കുന്നത്. അപ്പൊ ഏതായാലും ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് ഒരു വിശേഷം വന്നിരിക്കുന്നത്. ഇതേ സമയം നമ്മുടെ അർജുൻ എന്തോ ഒരു വലിയൊരു ഇതിലകപ്പെട്ട് നിൽക്കുകയാണ്. അർജുൻ സത്യം പറഞ്ഞ ഒരു വലിയ കേസിന്റെ പുറകെ ഊരിത്തിരിഞ്ഞു പോകുന്നതാണ്. അർജുൻ ആ ഒരു കേസ് എവിടെ ചെന്ന് നിൽക്കുമെന്ന് ചോദിച്ചാൽ അത് അർജുൻ അല്ലാട്ടോ, സോറി, നമ്മുടെ ഗൗതം ആ ഒരു കേസിന്റെ പുറകെ പോയതാണ്. ഗൗതം എവിടെ ചെന്ന് നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയൊരു എന്താ പറയുക, കുഴിയിലേക്കാണ് നമ്മുടെ ഗൗതം പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇനി പതുക്കെ കണ്ട് കേട്ട് അങ്ങ് പോകാം അല്ലെ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ വേണം. തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ കമന്റിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം. അതുപോലെ തന്നെ ഏതെങ്കിലും കഥയൊക്കെ ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ പറഞ്ഞാൽ മതി. നമ്മൾ വേറൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഏതെങ്കിലും കഥയൊക്കെ കേൾക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. കുറച്ച് പേരൊക്കെ നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ 2 ആഴ്ചയ്ക്കുള്ളിൽ ഏകദേശം നമ്മളൊരു ഇതാക്കി വെച്ചിട്ടുണ്ട്, നമ്മൾ അറിയിക്കാം കേട്ടോ. ഇപ്പൊ ഞാൻ ലിങ്ക് ഇട്ടേക്കാം. എല്ലാവർക്കും വീണ്ടും ഒരു ശുഭദിനമൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.